കേരളത്തിലെ യുവാക്കളിൽ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടർ ആരെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുടെ ആൻസർ ഒരേ ഒന്നായിരിക്കും, ശ്രീനാഥ് ബാസി. ഒരു RJ ആയി തുടങ്ങി മലയാള സിനിമയിലെ ഒരു നല്ല പെർഫോമറായി വളർന്ന ബാസിയുടെ കരിയർ ഒന്ന് നോക്കാം. വിജയങ്ങളും വിവാദങ്ങളും രണ്ടിൻ്റെ രുചി നന്നായി അറിഞ്ഞ ആളാണ് ബാസി. ഒരു RJയിൽ നിന്ന് സിനിമയിലേക്ക് ശ്രീനാഥ് ബാസിയുടെ കരിയർ ഒരു ടിപ്പിക്കൽ സിനിമ എൻട്രി അല്ല. RJ ആയി റെഡ് FM 93.5ലും കിരൺ TVയിൽ VJ ആയും ജോലി ചെയ്തിരുന്ന ഒരു യങ് ബോയ് ആയിരുന്നു ശ്രീനാഥ് ബാസി. ഫണ്ണി ടോക്ക് സ്റ്റൈൽ കൊണ്ടും റിയൽ ആറ്റിറ്റ്യൂഡ് കൊണ്ടും യൂത്തിൻ്റെ ഇടയിൽ പോപ്പുലറായി. ആ പോപ്പുലാരിറ്റി തന്നെയാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് എത്തിച്ചതും. 2011 ചെറിയൊരു റോളിലാണ് തുടക്കം. പിന്നീട് 2012 ഉസ്താദ് ഹോട്ടലിലൂടെ ബാസി നല്ല ശ്രദ്ധ നേടി. ഡാ തടിയ, ഹണീബി പോലുള്ള സിനിമകളിലൂടെ അദ്ദേഹം ഒരു റിലേറ്റബിൾ ഫേസ് ആയി മാറി. ഹണീബിയിലൂടെ ആസിഫ് അലിയോടൊപ്പം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫാൻസിനെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇവനാണ് നമ്മുടെ നടൻ. അതുപോലെ അദ്ദേഹത്തിന്റെ ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ അന്ന് യുവാക്കൾക്കിടയിൽ ചർച്ചയായിരുന്നു. ഇതിനുശേഷം ബാസി ന്യൂജൻ സിനിമകളുടെ ഒരു ഭാഗമായി മാറി. നോർത്ത് 24 കാതം, ദ ലാസ്റ്റ് സപ്പർ, റാണി പത്മിനി, KL 1010, അനുരാഗ കരിക്കിൻ വെള്ളം, ജേക്കബിന്റെ സ്വർഗരാജ്യം, ബിടെക്, പറവ പോലുള്ള സിനിമകൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇതിൽ തന്നെ നായകന്മാരെക്കാളും കയ്യടി നേടിയ കഥാപാത്രമായിരുന്നു പറവയിലെ വില്ലൻ റോൾ. കരിയറിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് 2019 റിലീസായ കുമ്പളങ്ങി നൈറ്റ്സ്. ഈ സിനിമയിലെ ബാസിയുടെ പെർഫോമൻസ് ഇന്ന് വരെ ആളുകൾ ഓർക്കുന്ന ഒരു റോളാണ്. അതേ വർഷം വൈറസ്, പിന്നീട് ട്രാൻസ് ഇവയെല്ലാം ചേർന്ന് ബാസിയെ ഒരു സീരിയസ് ആക്ടറായി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഭീഷ്മപർവം പോലുള്ള വലിയ സിനിമകളുടെ ഭാഗമാകാൻ ബാസിക്ക് കഴിഞ്ഞു. സപ്പോർട്ടിംഗ് റോൾ വിട്ട് ലീഡ് റോളിലേക്കും ബാസി ഷിഫ്റ്റ് ചെയ്തു. ചട്ടമ്പി പോലുള്ള സിനിമകൾ വഴി ബാസി വിജയം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ബാസിയുടെ കരിയർ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് കപ്പേള. എന്തൊരു സിനിമയാണത്! 100 മാർക്ക് ആ സിനിമയ്ക്ക് കൊടുക്കാം. അതിലെ ബാസിയുടെ പ്രകടനം മികച്ചതായിരുന്നു. പുള്ളി ഒരു ആക്ടർ മാത്രമല്ല, നല്ലൊരു പാട്ടുകാരനും കൂടിയാണ്. കരിയറിലേക്ക് വലിയ ഒരു തിരിച്ചടിയായിരുന്നു 2022 എടുത്ത 2 ഇന്റർവ്യൂസ്. അതിൽ തന്നെ അവതാരകയെ വെർബലി അബ്യൂസ് ചെയ്ത സംഭവം ഇൻഡസ്ട്രിയിൽ വലിയ ഇഷ്യൂ ആയി മാറി. ടെമ്പററി ബാൻ, പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് കംപ്ലൈന്റ്, അൺപ്രൊഫഷണൽ എന്ന ലേബൽ ഇത് ബാസിയുടെ കരിയറിനെ ഡയറക്റ്റായി തന്നെ ബാധിച്ചു. കോൺട്രവേഴ്സിക്ക് ശേഷം പ്രേക്ഷകരുടെ ഇടയിലും അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഉണ്ടായി. അതിനോടൊപ്പം ലഹരിയുടെ ഉപയോഗവും ബാസിയുടെ പേരിൽ കേൾക്കാൻ തുടങ്ങിയതോടെ ഇൻഡസ്ട്രിയുടെ തലവേദന എന്ന രീതിയിൽ വരെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചു. കൊറോണ ദേവാൻ പോലുള്ള സിനിമകളിൽ അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും അതൊന്നും അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെട്ടില്ല. ഇതിനെല്ലാം ശേഷം ബാസിയുടെ കരിയറിലെ തന്നെ തിരിച്ചുവരവായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ സുഭാഷ്. മലയാള ഇൻഡസ്ട്രിക്ക് തന്നെ പുറത്തേക്ക് നല്ല പേരെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു. മനിതർ ഉണർന്നുകൊള്ള, ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാനത്. പക്ഷേ അതിനുശേഷം ആ പേര് നിലനിർത്താൻ ബാസിക്ക് നല്ലൊരു ചിത്രം കിട്ടിയില്ല എന്ന് വേണം പറയാൻ. പൊങ്കാല എന്ന സിനിമ ഉണ്ടെങ്കിലും അതൊരു മോശം സിനിമയായിരുന്നു. അതിൽ ബാസിയുടെ കാസ്റ്റിംഗ് തന്നെ തെറ്റായിരുന്നു. ബാബുരാജ് പോലെയുള്ളവർ എതിർസ്ഥാനത്ത് നിൽക്കുമ്പോൾ ബാസിയെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത കഥാപാത്രം പോലെയാണ് അത് തോന്നിയത്. അത്യാവശ്യം കഴിവുണ്ട്, നല്ല നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. എന്നാലും ഇപ്പോഴും ഒരു മുൻനിരയിലേക്ക് എത്താൻ ബാസിക്ക് കഴിയുന്നില്ല. ഡിസിപ്ലിൻ ഇഷ്യൂസ്, ഓഫ് സ്ക്രീൻ ബിഹേവിയർ ഇതൊക്കെയാണ് കാരണമെന്ന് തോന്നിയിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ്, റൈറ്റ് ആറ്റിറ്റ്യൂഡ്, പ്രൊഫഷണൽ അപ്രോച്ച് ഇവയുണ്ടെങ്കിൽ മലയാളം സിനിമയിൽ വീണ്ടും സ്ട്രോങ് കംബാക്ക് ചെയ്യാൻ നല്ല ചാൻസ് ഉള്ള നടനാണ് ശ്രീനാഥ് ബാസി. ഹണിബി ടൈമിലൊക്കെ പുള്ളിയോട് തോന്നിയൊരു ആവേശം നല്ല നല്ല സിനിമകളായി ഇനിയും വന്നാൽ തീർച്ചയായും കൂടും. 2025 ബാസിയുടേതായിട്ട് ആസാദി എന്നൊരു ചിത്രം കൂടി ഇറങ്ങിയിരുന്നു. അത് നല്ല മികച്ച ഒരു സിനിമയായിരുന്നു. എന്തുകൊണ്ടും അത് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് നല്ലൊരു സിനിമയാണ്. ഒരു ആക്ടറിന്റെ കരിയർ ടാലന്റ് കൊണ്ട് മാത്രം ബിൽഡ് ചെയ്യാൻ ആവില്ല. ആറ്റിറ്റ്യൂഡ്, ഡിസിപ്ലിൻ, റെസ്പെക്ട് ഇവയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബാസി പഴയ ഫോമിലേക്ക് വരുമോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.